الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد السلام عليكم ورحمة الله وبركاته. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അവന് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തജ്വീദിലെ അഹ്കാമുൻ നൂന് സാക്കിന വ തൻവീൻ, സുക്കൂനായ നൂനിൻ്റെയും തൻവീൻ്റെയും നിയമങ്ങളിൽ ആദ്യത്തെ രണ്ട് നിയമങ്ങളാണ് നാം പഠിച്ചത്. അതിലൊന്നാമത്തേത് അൽ ഇദ്ഹാർ അൽ ഹൽഖി, വെളിവാക്കി ഉച്ചരിക്കേണ്ട ഹർഫുകൾ, നിയമങ്ങൾ. 6 അക്ഷരങ്ങളാണ് ഇദ്ഹാർ അൽ ഹൽഖിക്കുള്ളത്. അൽ ഹംസ, അൽ ഹ, അൽ ഐൻ, അൽ ഹ, അൽ ഗൈൻ, അൽ ഖ, ഇങ്ങനെ 6 അക്ഷരങ്ങൾ. ഈ 6 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അതിനു മുമ്പായി സുക്കൂനായ നൂനോ തൻവീനോ വന്നാൽ, അല്ലെങ്കിൽ സുക്കൂനായ നൂനും തൻവീനും ശേഷം ഈ 6 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ആ സുക്കൂനായ നൂനിനെയും തൻവീനെയും വെളിവാക്കി ഉച്ചരിക്കണം. ഇതാണ് അതിൻ്റെ നിയമം. സുക്കൂനായ നൂനിനെയും തൻവീനെയും വെളിവാക്കി ഉച്ചരിക്കണം. രണ്ടാമത്തേത് അൽ ഇദ്ഗാം, കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കൽ. അതിന് 6 ഹർഫുകളാണ്. യർമലൂന എന്ന കലിമയിൽ ഈ 6 ഹർഫുകളും വന്നിട്ടുണ്ട്. അൽ യാ, അർ റാ, അൽ മീം, അൽ ലാം, അൽ വാവ്, അന്നൂൻ. ഇത് 2 വിഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഇദ്ഗാം ബിഗുന്ന, മണിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്ത് വായിക്കൽ. 4 ഹർഫുകളാണ് അതിനുള്ളത്. യൻമു എന്ന കലിമയിൽ നമുക്കത് കാണാം. യാ, നൂൻ, മീം, വാവ് എന്നീ 4 ഹർഫുകൾ. ഈ 4 ഹർഫുകളിൽ ഏതെങ്കിലും ഒന്ന് സുക്കൂനായ നൂനിനോ തൻവീനോ ശേഷം വന്നാൽ ആ സുക്കൂനായ നൂനിനെയും തൻവീനെയും മണിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കണം. ഇതാണ് ഇദ്ഗാം ബിഗുന്ന എന്ന് പറയുന്നത്. അവിടെ നാം 2 ഷർത്തുകൾ പറഞ്ഞിരുന്നു. ഒന്ന്, സുക്കൂനായ നൂനിൻ്റെ അവസരത്തിൽ അതിനുശേഷം ഈ അക്ഷരങ്ങൾ ഏതെങ്കിലും ഒന്ന് വരികയാണെങ്കിൽ അത് 2 വാചകത്തിലായിട്ടായിരിക്കണം വരേണ്ടത്. ഒറ്റ വാചകത്തിൽ വന്നാൽ അതിന് ഇദ്ഹാർ ഹൽഖി, ഇദ്ഹാർ മുത്ലഖ്, ഹൽഖി അല്ല, ഇദ്ഹാർ മുത്ലഖ് എന്നാണ് പറയുക. അതുപോലെ തൻവീനു ശേഷം അത് അടുത്ത വാചകത്തിലാണ് ഇദ്ഗാമിൻ്റെ അക്ഷരങ്ങൾ വരേണ്ടത്. ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ രണ്ടാമത്തെ ഖിസ്മാണ് അൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന, മണിക്കാതെ കൂട്ടിച്ചേർത്ത് വായിക്കൽ. അതിന് 2 ഹർഫുകളാണ്, അല്ലാം വർ റാ. ഈ ഹർഫുകളിൽ ഏതെങ്കിലും ഒന്ന് സുക്കൂനായ നൂനിനോ തൻവീനോ ശേഷം വന്നാൽ സുക്കൂനായ നൂനിനെ അല്ല തൻവീനെ മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കണം. അതാണ് ഇദ്ഗാം ബിഗൈരി ഗുന്ന. അപ്പോൾ ഇദ്ഗാം 2 രൂപമാണ്. ഒന്ന് ഇദ്ഗാം ബിഗുന്ന, രണ്ടാമത്തേത് ഇദ്ഗാം ബിഗൈരി ഗുന്ന. ഇദ്ഗാം ബിഗുന്ന എന്ന് പറഞ്ഞാൽ മണിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്ത് ഓതുക. ഇദ്ഗാം ബിഗൈരി ഗുന്ന, മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കുക. ഈ രൂപത്തിൽ ഈ 2 നിയമങ്ങളും ശരിയായ രൂപത്തിൽ നാം പഠിക്കുക. ആ പഠിക്കുന്നതിന് വേണ്ടി ഇന്ന് സൂറത്തുൽ മുത്തഫിഫീനിലെ ചില ആയത്തുകൾ തത്ബീഖോടുകൂടി നാം ഓതുകയാണ്. ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലിൽ മുത്തഫിഫീൻ. ഇവിടെ വൈലുൻ എന്നുള്ളത് തൻവീനാണ്, ദമ്മ തൻവീൻ. അതായത് ദമ്മത്തേൻ, അതിനുശേഷം
ലാം ആണ് വന്നിട്ടുള്ളത്. ലാം എന്നത് ഇദ്ഗാം ബിഗൈരി ഗുന്നയിലെ ഹർഫാണ്. അപ്പോൾ അവിടെ കൂട്ടിച്ചേർത്ത് മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതണം. വൈലുൽ ലിൽ മുതഫിഫീൻ, അവിടെ വൈലുൻ എന്ന് മണിക്കാൻ പാടില്ല, ശ്രദ്ധിക്കണം. വൈലുൽ ലിൽ മുതഫിഫീൻ الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثون ليوم عظيم. അവിടെ യൗമിൻ അദീം, നൂന് അവിടെ തൻവീൻ കേൾക്കണം. കാരണം തൻവീനിന് ശേഷമുള്ള ഹർഫ് ഐൻ ഇദ്ഹാറിൻ്റെ ഹർഫാണ്. അപ്പോൾ അവിടെ ആ തൻവീൻ ഇദ്ഹാർ ചെയ്തു വേണം ഉച്ചരിക്കാൻ. ലിയൗമിൻ അദീം, ലിയൗമിൻ അദീം എന്നവിടെ മണിച്ചോതാൻ പാടില്ല. മറിച്ച് മണിക്കാതെ ആ തൻവീൻ കേൾക്കുന്ന രൂപത്തിൽ, സുക്കൂനുള്ള നൂൻ അവിടെ കേൾക്കുന്ന രൂപത്തിൽ വേണം ഉച്ചരിക്കാൻ. ലിയൗമിൻ അദീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ കല്ലാ ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ വമാ أدراك ما سجين كتاب مرقوم. അവിടെ കിതാബുൻ ദമ്മത്തൈൻ, അതിന് ശേഷമുള്ളത് മീമാണ്. അപ്പോൾ അവിടെ മണിച്ചുകൊണ്ട് ഗുന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം. അതായത് ഇദ്ഗാം ബിഗുന്നയുടെ ഹർഫാണ് അവിടെ ഉള്ളത്. കിതാബും മർഖൂം വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ. ഈ ആയത്തിൽ രണ്ട് നിയമങ്ങളുണ്ട്. ഒന്ന് വൈലുൻ യൗമഇദിൻ, തൻവീനു ശേഷം യാ എന്ന ഹർഫാണ്. യാ ഇദ്ഗാം ബിഗുന്നയുടെ ഹർഫായതുകൊണ്ട് അവിടെ നാം മണിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കണം. വൈലുൻ യൗമഇദിൻ എന്നവിടെ ഓതണം. യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ, അവിടെ യൗമഇദിൻ എന്നുള്ളത് തൻവീനു ശേഷമുള്ള ഹർഫ് ലാമാണ്. ലാമാകട്ടെ ഇദ്ഗാം ബിഗൈരി ഗുന്നയുടെ ഹർഫായതുകൊണ്ട് അവിടെ മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കണം. അപ്പോൾ ആയത്ത് ഓതുമ്പോൾ വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ الذين يكذبون بيوم الدين وما يكذب به إلا كل معتد أثيم. അവിടെ തൻവീനു ശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്. മുഅ്തദിൻ അസീം. ഹംസ എന്നത് ഇദ്ഹാറിൻ്റെ അക്ഷരമായതുകൊണ്ട് അവിടെ ഇദ്ഹാർ ചെയ്ത് വെളിവാക്കി ഉച്ചരിക്കണം. വമാ യുകദ്ദിബു ബിഹി ഇല്ലാ കുല്ലു മുഅ്തദിൻ അസീം إذا تتلى عليه آياتنا قال أساطير الأولين كلا بل ران على قلوبهم ما كانوا يكسبون كلا إنهم عن ربهم يومئذ لمحجوبون. രണ്ട് നിയമങ്ങൾ നമ്മൾ പഠിച്ചത് ആ ആയത്തിലുണ്ട്. ഒന്ന് അൻ റബ്ബിഹിം, സുക്കൂനായ നൂനിന് ശേഷം റ എന്ന ഹർഫ് വന്നിട്ടുണ്ട്. റ എന്ന ഹർഫ് ഇദ്ഗാം ബിഗൈരി ഗുന്നയുടെ ഹർഫാണ്. അപ്പോൾ അവിടെ മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കണം. ആ നൂനിൻ്റെ സിഫത്ത് കേൾക്കാത്ത രൂപത്തിൽ. അർ റബ്ബിഹിം
കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം. രണ്ടാമത്തേത് യൗമ ഇദിൻ ലമഹ്ജൂബൂൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തൻവീനു ശേഷം ലാമു വന്നു. കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമ ഇദിൻ ലമഹ്ജൂബൂൻ. ثم إنهم لصال الجحيم ثم يقال هذا الذي كنتم به تكذبون. ബാക്കിയുള്ള ആയത്തുകൾ ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഓതി പഠിക്കുക. അല്ലാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.